അങ്ങനെ ഒരുപാട് കാത്തിരുന്ന ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. മഹേഷ് നാരായണൻ്റെ പേട്രിയറ്റ്. അട്രാക്ഷൻ അതൊന്നുമല്ല, ലാലേട്ടൻ മമ്മൂക്ക വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുകയാണ്. കൂടാതെ ചാക്കോച്ചനുണ്ട്, ഫഹദുണ്ട്. എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ട് നോക്കാം. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. From മഹേഷ് നാരായണൻ. ഓ മമ്മൂക്ക. They are going to bring social support to people. പെട ലുക്ക്, ഹോളിവുഡ് ടച്ച് ഉണ്ട്. മൊത്തം 3 എൻ്റെ മോനെ ലാലേട്ടൻ, ആർമി, ഫഹദ്, കനിയൽ, ചാക്കോച്ചൻ, Student laptop scheme എന്താരാ? program. Is that similar to രേവതി. Periscope? ഈ പ്രോഗ്രാം അവരെ സീക്രട്ടലി വാച്ച് ചെയ്യുന്നുണ്ട്. ദർശനയുണ്ടല്ലോ. അവർ വീണ്ടും ഒന്നിച്ച് എന്താവും അഗ്നേഷൻ അറിയാം. ട്രെയിനുകളൊക്കെ വേറെ ലെവൽ. എൻ്റെ മോനെ ലാലേട്ടൻ. ലാസ്റ്റ് അയ്യോ മമ്മൂക്ക വൈറ്റ്. Tell him to complete the sentence. Great Indian traitor. എൻ്റെ മോനെ രണ്ടാളൊരു ഫ്രെയിമിൽ. Patriot. ഫൈനലി പേട്രിയറ്റ്. ആൻഡോ ജോസഫ് മ്യൂസിക് ബൈ സുഷിൻ ശ്യാം. ട്രെയിലർ രക്ഷയില്ല, കിടിലം, ഗംഭീര പരിപാടിയായിട്ടുണ്ട്. കാരണം മഹേഷ് നാരായണൻ്റെ അടുത്തുനിന്ന് നമ്മൾ കണ്ടു, മാലിക്കൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ടീസറിൻ്റെ അകത്ത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച് കുറച്ചൊരു സ്ലോ പേസ് പരിപാടി ആയിരിക്കും എന്നാണ് സിനിമ അനൗൺസൊക്കെ ചെയ്ത സമയത്ത്. കാരണം മഹേഷ് നാരായണൻ്റെ ഒരു മൂഡ് ആ ഒരു മൂഡാണല്ലോ. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ ലാലേട്ടനെയും മമ്മൂക്കേനെ ആ ഒരു ഒറ്റ ഫ്രെയിമിൽ ആഫ്റ്റർ 2020 ആണെന്ന് തോന്നുന്നു, പിന്നെ അതിൻ്റെ ശേഷം ഒറ്റ ഫ്രെയിമിൽ വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, മമ്മൂക്കയുടെ ആ ഒരു അസുഖത്തിൽ നിന്നുള്ളൊരു തിരിച്ചുവരവ് ഒക്കെ കൂടി ഈ സിനിമയുടെ ഒരു ഹൈപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ ടീസറും കൂടെ വന്നപ്പോൾ അത് നെക്സ്റ്റ് ലെവലിലേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും നല്ല പെശക്ക് പെട ട്രെയിലറാണ് വന്നിട്ടുള്ളത്, ടീസറാണ് വന്നിട്ടുള്ളത്. ടീസർ തുടങ്ങിയ സമയത്ത് കണ്ടവർക്ക് എത്ര പേർക്ക് തോന്നിയെന്നറിയില്ല, ഒരു ചെറിയൊരു ലൂസിഫർ ടച്ച് പോലൊരു ഫീൽ ചെയ്തു. ഇല്ല, ആ ഒരു ഫ്രെയിമുകൾ, കാര്യങ്ങൾ, ഒരു കളറിങ്, ടോണ് പരിപാടികളൊക്കെ ആ രേവതിയുടെ ഒരു സാധനമൊക്കെ വന്നപ്പോൾ. പക്ഷേ അതിൻ്റെ ശേഷം വേറൊരു പരിപാടിയിലേക്ക് പോയി, ഒരു ഇൻ്റർനാഷണൽ പരിപാടി കളിക്കുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഒബ്വിയസ്ലി നമുക്കറിയാം ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഫാദിൻ്റെ ആ പോർഷനിലേക്കൊക്കെ വന്നപ്പോൾ ആ ഒരു ഫൈറ്റർ ജെറ്റ് സാധനങ്ങൾ, ചാക്കോച്ചൻ്റെ ആയി കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു ഫേസ്, എല്ലാവർക്കും ആ ഒരു മൂഡ് തന്നെയാണ് ഉള്ളത്. പക്ഷേ കുറച്ചൊരു മിസ്റ്റീരിയസ് പരിപാടി, ത്രില്ലർ മൂഡിലുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ. അപ്പോൾ എന്തായാലും ഇതെങ്കിലും ഒരു പ്രോമിസിങ് പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ടീസർ. എന്തായാലും നമുക്ക് എന്തായാലും ട്രെയിലറിന് വെയിറ്റ് ചെയ്യാം, സിനിമയ്ക്കും വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ പരിപാടി കൊള്ളാം, കിടിലായിട്ടുണ്ട് എന്തായാലും ചെയ്തു വെച്ചത്. ടീസർ കട്ട് ചെയ്ത ആളെന്തായാലും നല്ല പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി ദെൻ.